ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫിഗറാണ്. രണ്ട് പാരലൽ കണ്ടക്ടിങ് റെയിൽ ഉണ്ട്. അതിലൂടെ ഒരു കണ്ടക്ടർ വി വെലോസിറ്റി റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിൻ്റെ ലെങ്ത്ത് എൽ ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് റെയിലുകൾ കണ്ടക്ടിങ് റെയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നമുക്ക് എൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ബീൻ കണക്റ്റഡ് വിത്ത് എ റെസിസ്റ്റർ ആർ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്, അതുകൊണ്ട് അത് ക്രോസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? വി വാണ്ട് ടു ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. മാത്രമല്ല ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് എന്ത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും? വി വിൽ യൂസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം, എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? ദ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു മൈനസ് d∅/dt ഈക്വൽ ടു മൈനസ് d/dt ഓഫ് B.ds. ഇവിടെ ds എന്ന് പറയുന്നത് സ്മോൾ എലമെൻ്റൽ ഏരിയ ആണ്. ഓക്കെ, ഇനി നോക്കുക, ഈ കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതെന്താ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? പ്ലെയിൻ്റെ ഏരിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ടു ദ സർഫസ് ആണ്. അപ്പം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയിൻ എങ്ങനെയായിരിക്കും? അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് രണ്ടും കൂടെ എന്താണ് സത്യം പറഞ്ഞാൽ പാരലൽ ആണെന്ന് അർത്ഥം. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് മൈനസ് d/dt ഓഫ് v ഇൻറ്റു ds ഓർ ദിസ് ഈസ് ഈക്വൽ ടു b മൈനസ് b ഇൻറ്റു ds/dt. അവിടെ ആലോചിക്കുക, ds എന്ന് പറഞ്ഞാൽ സ്മോൾ എലമെൻ്റൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം കൂടെ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് നമ്മുടെ ഈ ഒരു കണ്ടക്ടർ, ഈ റെയിലിന് അക്രോസ് ആയിട്ടുള്ള കണ്ടക്ടർ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എക്സ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ എത്രയാണ്? എക്സ് ഇൻറ്റു എൽ അല്ലേ? ഇതൊരു റെക്ടാങ്കുലർ ഏരിയ അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു എൽ അല്ലേ വരിക? അപ്പം നമുക്ക് ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. ദാറ്റ് ഇസ് മൈനസ് ബി ഇൻറ്റു d/dt ഓഫ് എസ്സിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം? എൽ ഇൻറ്റു എക്സ്. ഇവിടെ എൽ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു എൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എൽ ഇൻറ്റു dx/dt. വാട്ട് ഈസ് dx/dt? dx/dt എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് BLV. മൈനസ് BLV ഇസ് ദ ഇൻഡ്യൂസ്ഡ് EMF. ഈ EMFനെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ദിസ് ഇസ് നോൺ ആസ് മോഷണൽ EMF. ദാറ്റ് ഈസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. ക്ലിയർ? പക്ഷെ നമുക്ക് EMF അല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? വി വാണ്ട് ദ കറണ്ട്. സോ കറണ്ട് I ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് BLV ഡിവൈഡഡ് ബൈ R. സോ ദിസ് ഈസ് ദ കറണ്ട് ത്രൂ ദിസ് കണ്ടക്ടിങ് റെയിൽ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും? ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF കാരണം നമ്മുടെ ചാർജുകളൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നോക്കാം. വെലോസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമുക്ക് അറിയുന്ന ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? Q ഇൻറ്റു V ക്രോസ് B അല്ലേ? അപ്പം V ഈ ഒരു ഡയറക്ഷൻ റൈറ്റിലേക്കാണ്, B താഴത്തേക്കാണ്. അപ്പം നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അലോങ് ദ, അല്ലെങ്കിൽ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഫോഴ്സ് ചെയ്ത ഡയറക്ഷനിലേക്കായിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് കിട്ടുക. നോക്കുക, ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മോഷൻ്റെ ഡയറക്ഷൻ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ്? അപ്വേർഡ് ഡയറക്ഷനാണ്. ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജുകൾ, പോസിറ്റീവ് ചാർജുകളൊക്കെ എന്ത് ചെയ്യും? അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൻ്റെ മോഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ കറണ്ട് എന്തായിരിക്കും? മുകളിലേക്കാണോ പോവുക? അല്ല, എന്ത് ചെയ്യും? ചാർജുകൾ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് കറണ്ട് എന്ത് ചെയ്യും? താഴത്തേക്ക് ഇറങ്ങും. സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ലോറൻസ് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വളരെ സിമ്പിളാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? L ഇൻറ്റു I ക്രോസ് B അല്ലെങ്കിൽ I ഇൻറ്റു L ക്രോസ് B ആണ്. പക്ഷെ നമുക്കറിയാം കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസും മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനുമാണ്. അപ്പം ഇത് നമ്മളുടെ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്ത് വരും? F ഈക്വൽ ടു I ഇൻറ്റു LB. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? നമുക്ക് നേരത്തെ കിട്ടി. I എന്താണ്? minus BLV by
R into L into B. So this is equal to minus B square L square V by R. This is the magnetic Lorentz or magnetic force acting on this conductor. ഇതിൻ്റെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ പറയാം. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ I ഇൻറ്റു എൽ ക്രോസ് ബി, ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇൻ ടു ദ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻ ടു ദ റീജിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കില്ലേ നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് യുവർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഡയറക്ഷൻ എങ്ങോട്ടായിട്ടാണ് കിട്ടുക, നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കായിട്ട് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ. ആ നെഗറ്റീവ് കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഡയറക്ഷൻ ആ റൈറ്റ് സൈഡിന് ഓപ്പോസിറ്റ് ആണെന്നാണ് കാണിക്കുന്നത് ഈ നെഗറ്റീവ് സൈൻ. സോ ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും കേട്ടോ. സോ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് ആർ ക്യാരിയിങ് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സിമ്പിളാണ്, നോക്കാം. നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ, L ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് വേണം, ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോളിനോയിഡ് അല്ലേ, ലോങ് സോളിനോയിഡ് ആണ്. ഓക്കെ, ലോങ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വി വിൽ ഫൈൻഡ് ദ സ്മോൾ ഫ്ലക്സ് ഓർ ദ ഫ്ലക്സ് ത്രൂ എ സിംഗിൾ ടേൺ. സിംഗിൾ ടേണിലൂടെ ഫ്ലക്സ് എന്തായിരിക്കും, ബി ഇൻറ്റു ഓർ ബി ഡോട്ട് ഡി എസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഒരു സോളിനോയിഡിൻ്റെ കേസിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും, അലോങ് ദ ആക്സിയൽ ലൈൻ ആയിരിക്കും. ഈ ഒരു കോയിലിൻ്റെ ഏരിയൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. സോ ദിസ് വിൽ ബി ബി ഇൻറ്റു ഡി എസ്. നോ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്, കറണ്ട് ക്യാരിങ് സോളിനോയിഡ്, μ0 n I അല്ലേ, n I. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് സിംഗിൾ ടേൺ, that will be pi into radius r എന്നല്ലേ പറഞ്ഞത്. so pi r square. so this is the flux through a single turn, but we want the total flux through the entire coil of the solenoid. So in order to obtain the total flux, we will multiply the small flux or the flux through single turn into total number of turns. Clear? Now this is equal to d5 into what is the total number of turns. നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ല തന്നിട്ടുള്ളത്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ദ ലെങ്ത് ഓഫ് ദിസ് സോളിനോയിഡ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു d5 എന്താണ്, μ0 n I pi r സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു L. സോ ദിസ് ഇസ് ഈക്വൽ ടു μ0 n രണ്ട് ടൈംസ് അല്ലേ. സോ μ0 n സ്ക്വയർ പൈ ആർ സ്ക്വയർ എൽ ഇൻറ്റു ഐ. നോക്കാം, μ0 I n സ്ക്വയർ പൈ ആർ സ്ക്വയർ ഐ ഇൻറ്റു എൽ. സോ ദിസ് ഇസ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് എൻറ്റയർ സോളിനോയിഡ്. ഇനി കാണാൻ എളുപ്പമല്ലേ, L ഈക്വൽ ടു എന്താണ്, 5/I. സോ ദിസ് ഇസ് ഈക്വൽ ടു μ0 n സ്ക്വയർ പൈ ആർ സ്ക്വയർ എൽ ഐ ഡിവൈഡഡ് ബൈ I. This is equal to μ0 n square pi r square L. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് എന്താ കിട്ടിയത്, സെൽഫ് ഇൻഡക്റ്റൻസ് കിട്ടിയത്. നമ്മളോട് ചോദിച്ചത് എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആ ചോദിച്ചത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു എന്ത് വരും, L ബൈ ക്യാപിറ്റൽ L ബൈ L. So this is equal to μ0 n square pi r square. Okay, so this will be the equation, μ0 n square pi r square. Okay. Third question like പോവാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, ഫൈൻഡ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ സെക്ഷൻ ഓഫ് ലെങ്ത് L ഓഫ് എ ലോങ് സോളിനോയിഡ്. റേഡിയസ് R ആണ്, കറണ്ട് I ക്യാരി ചെയ്യുന്നുണ്ട്, n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് യൂസിങ് ദ എക്സ്പ്രഷൻ. ഫസ്റ്റത്തെ എന്താണ്, ഹാവിങ് സെൽഫ് ഇൻഡക്റ്റൻസ് L ആണ്. അപ്പോൾ
ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? എനർജി സ്റ്റോർഡ് ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. ക്ലിയർ? ഇനി സോളിനോയിഡിൻ്റെ കേസിൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് അറിയാലോ, എന്താണ്? മ്യൂ 0 പൈ എൻ സ്ക്വയർ. നമ്മൾ തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ചെയ്താൽ മ്യൂ 0 പൈ എൻ സ്ക്വയർ ആർ സ്ക്വയർ എൽ. ക്ലിയർ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക? വർക്ക് ഡൺ ഈക്വൽ ടു മ്യൂ 0 പൈ എൻ സ്ക്വയർ ആർ സ്ക്വയർ എൽ ഇൻറ്റു ഐ സ്ക്വയർ divided by 2. So this is the expression for energy stored in a section of length L in terms of self-inductance. Direct question ആണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഹാവിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ടേംസിൽ നമുക്കറിയാലോ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/2 ന്യൂ 0 വോളിയം ഇൻ്റഗ്രൽ പി സ്ക്വയർ ഡി ടോ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇനി ഒരു സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? മ്യൂ 0 എൻ ഐ അല്ലേ? ക്ലിയർ? ഇത് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും ആക്സിയലിൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ബി സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. സോ ബി സ്ക്വയർ ബൈ 2 ന്യൂ 0 വോളിയം ഇൻ്റഗ്രൽ ഡി ടോ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ ഹോൾ സ്ക്വയർ ബൈ 2 ന്യൂ 0 വോളിയം ഇൻ്റഗ്രൽ ഡി ടോ. ഇനി വാട്ട് ഈസ് വോളിയം ഇൻ്റഗ്രൽ ഡി ടോ? വോളിയം ഇൻ്റഗ്രൽ ഡി ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളിനോയിഡിൻ്റെ ടോട്ടൽ വോളിയമാണ്. സോളിനോയിഡിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ അല്ലേ? ഓരോ കോയിലിൻ്റെയും റേഡിയസ് 6ഉം ആ സോളിനോയിഡിന് ഒരു ലെങ്ത്ത് എല്ലോ ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ടേൺസിനും എന്തുണ്ടായിരിക്കും? ഒരു റേഡിയസ് 6 ഉണ്ടായിരിക്കും. ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? L ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു സിലിണ്ടർ തന്നെയല്ലേ? സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ? പൈ ആർ സ്ക്വയർ എൽ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഞാൻ ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്യണം. മ്യൂ 0 സ്ക്വയർ എൻ സ്ക്വയർ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ന്യൂ 0. വാട്ട് ഈസ് ദ വോളിയം ഓഫ് അവർ സോളിനോയിഡ്? ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ. കാരണം ആറാണ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എൽ ലെങ്ത് ആണ് അല്ലേ? ഇനി കട്ട് ചെയ്തോളൂ. ഒരു മ്യൂ 0 സ്ക്വയർ ഇവിടെ ഉണ്ട്, ഒരു മ്യൂ 0 കട്ട് ചെയ്ത് പോകുമല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ 0 പൈ ഉണ്ട്. ഞാൻ ആ നേരത്തെ ഇക്വേഷൻ്റെ അതേ ടേമിൽ തന്നെ എഴുതി നോക്കാം കേട്ടോ. മ്യൂ 0 ഉണ്ട്, പൈ ഉണ്ട്, പിന്നെ എൻ സ്ക്വയർ ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്, പിന്നെ എൽ ഉണ്ടല്ലോ അല്ലേ? എൽ ഉണ്ട്, ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ഡൺ സെൽഫ് ഇൻഡക്റ്റൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്തും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ രണ്ടും എന്തുതന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? അതാണ് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് എപ്പോഴും തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സോ ഒന്ന് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേമിൽ ചെയ്തു, ഒന്ന് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടേമിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊരു പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ സർക്കുലർ പ്ലേറ്റ് കൊണ്ടൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ഈസ് മെയ്ഡ് ഫ്രം എ പാരലൽ സർക്കുലർ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ്, ഓരോ സർക്കുലർ പ്ലേറ്റിൻ്റെയും റേഡിയസ് എത്രയാണ്? A ആണ് അല്ലേ? പിന്നെ ഈ ഒരു സർക്കുലർ പ്ലേറ്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ലോങ്, ഇതിൻ്റെ ആക്സിലൂടെ ഒരു കടന്നു പോകുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലാണ് നമ്മൾ ഈ സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ചാർജ് ചെയ്യും അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? വി വാണ്ട് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ. പക്ഷെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, R ഈസ് ലെസ് ദാൻ A. നമ്മുടെ സർക്കുലർ പ്ലേറ്റിൻ്റെ റേഡിയസിനേക്കാളും കുറവാണ് ആര്? R. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യണം? അത് നിങ്ങൾ പറയാം. ആര് യൂസ് ചെയ്യണം? ഇവിടെ നമ്മൾ ആര് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വി വിൽ യൂസ് അവർ ആംബിയേഴ്സ് സർക്യൂട്ട് ലോ. ഓക്കെ, സോ ആംബിയർ സർക്യൂട്ടിൽ എന്താ? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു കറണ്ട് എൻക്ലോസ്ഡ്. ശരിയല്ലേ? പക്ഷേ ഇവിടെ എന്ത് കറണ്ടാണ്? ഇത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈ കറണ്ട് എൻക്ലോസ്ഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം?
ഇറ്റ് വിൽ ബി mu 0 into ID, that is displacement current. ഓക്കെ, ഇതിലൂടെ എന്തുണ്ടാവുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ R റേഡിയസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ID നമുക്ക് അറിയില്ല. വി ഡോണ്ട് നോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈക്വൽ ടു current density or displacement current density into area of the ambient loop. So this is equal to JD into ambient loop ന്റെ റേഡിയസ് എത്രയാ? 6 വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. സോ പൈ ആർ സ്ക്വയർ. ക്ലിയർ? ഇനി ബേസിക് ഡെഫിനിഷൻ ഓഫ് ജെ ഡി എന്താ? അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്താ? ദ ടോട്ടൽ കറണ്ട് ഓർ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ which is perpendicular to the direction of current. അപ്പം ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ഏതാ? നമ്മുടെ സർക്കുലർ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്. സോ I ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. അതായത് നമ്മൾ എടുക്കുന്ന ആംബിയൻ ലൂപ്പിലൂടെ കടന്നു പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. പക്ഷേ നമുക്കറിയാം ഈ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം ഇതിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കറണ്ട് ഓർ കറണ്ട് പാസിംഗ് ത്രൂ ദ പാരലൽ പ്ലേറ്റ് ഓർ സർക്കുലർ പ്ലേറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർക്കുലർ പ്ലേറ്റ്. ക്ലിയർ? ഓക്കെ, സോ ജെ ഡി ഈക്വൽ ടു I ബൈ പൈ എ സ്ക്വയർ. നൗ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ID കണ്ടുപിടിവേ. ID എന്താ? ജെ ഡി ഇൻറ്റു എ അല്ലേ, അല്ലെങ്കിൽ ജെ ഡി ഇൻറ്റു പൈ ആർ സ്ക്വയർ അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു I ബൈ പൈ എ സ്ക്വയർ ജെ ഡി ഐ ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ID ഈക്വൽ ടു ജെ ഡി ഇൻറ്റു പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് I ബൈ പൈ എ സ്ക്വയർ ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈയും കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു or ID displacement current equal to I by A square into R square. So this will be the displacement current. പക്ഷേ നമ്മളോട് കാണാൻ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അല്ല, നമുക്ക് എന്താ വേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ we will substitute the value of ID in this equation. So substituting the value of ID in the equation, closed line integral B dot dl equal to mu 0 ID. Okay, so this is equal to mu 0 I into R square divided by A square. Now നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ അല്ലേ പോകുന്നത്. അതിന് നമ്മൾ കപ്പാസിറ്റർ വെച്ച് അല്ലെങ്കിൽ സർക്കുലർ പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? സർക്കുലർ ആയിരിക്കും, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ബി കോൺസ്റ്റൻ്റ് ആണ്. ബി ഇൻറ്റു ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഡി എൽ. ഓക്കെ, ഈക്വൽ ടു mu 0 I R സ്ക്വയർ എ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ഞാൻ ഒഴിവാക്കാനുള്ള കാരണം അത്രയേ ഉള്ളൂ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലർ ആയിരിക്കും, സർക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും. അതേ ഇതിൽ തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്? നമ്മൾ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്തിൻ്റെ എലമെൻറ്റ് ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെന്ത് ബി ഡോട്ട് ഡി എൽ നമ്മൾ ഒഴിവാക്കിയത്. ഇനി ആംബീരിയൻ ലൂപ്പിൻ്റെ റേഡിയസ് ഞാൻ എത്രയാണ് പറയുന്നത്? സ്മോൾ ആർ ആണ് അല്ലേ. അപ്പം ദിസ് വിൽ ബി ഈക്വൽ ടു, ആംബിയൻ ലൂപ്പ് എന്താണ്? സർക്കുലർ ആംബിയൻ ലൂപ്പ് അല്ലേ. സോ ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും? 2 പൈ ആർ ഈക്വൽ ടു mu 0 I R സ്ക്വയർ ബൈ എ സ്ക്വയർ. കട്ടികളൊക്കെ കട്ട് ചെയ്തോളൂ. 6 കട്ട് ചെയ്തു അല്ലേ, പിന്നെ വേറെ ഒന്നും കട്ട് ചെയ്യല്ലോ. സോ ബി ഈക്വൽ ടു mu 0 I R ഡിവൈഡഡ് ബൈ 2 പൈ എ സ്ക്വയർ. mu 0 I R ബൈ 2 പൈ എ സ്ക്വയർ. വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് എ circular plates of radius 5 cm. It is being charged so that the electric field varies at a rate of 10 raised to 12 volt per meter per second. Find the displacement current. Simple question ആണ് അല്ലേ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? 2 പാർട്ട് ഉണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എളുപ്പമാണ്. ഓക്കെ, ആദ്യം നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താ? ID ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയെന്താണ്? ജെ ഡി ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പം ജെ ഡി എന്താ? ജെ ഡി ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി അല്ലേ, ഇൻറ്റു ഏരിയ. എത്ര റേഡിയസിലാണ്?
5 സെൻറ്റിമീറ്റർ. അപ്പം ഏരിയ എന്ന് പറയുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ അല്ലേ, 5r². സോ ദിസ് ഇസ് ഈക്വൽ ടു ഡി എന്താ, ഡി ഈക്വൽ ടു എയർ ആയതുകൊണ്ട് ε0 ഈ, കാരണം എയറിൽ എന്തുണ്ടാവില്ല, പോളറൈസേഷൻ ഉണ്ടാവില്ല. സോ ഡി ഈക്വൽ ടു ε0 ഇ. സോ ε0 ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു πr². ക്ലിയർ? സോ ഐ ഡി ഈക്വൽ ടു ε0ൻ്റെ വാല്യൂ എത്രയാ, 8.854 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് വേരീസ് അറ്റ് എ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്രയാണത്, 10⁻12 ആണ്. ഇൻറ്റു 3.14 പൈൻ്റെ വാല്യൂ ഇൻറ്റു ആർ എത്രയാ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് ആക്കണം. സോ 5 ഇൻറ്റു 10⁻²². ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.06947 ആംപിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താ ചെയ്ത്, ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി. ആക്ച്വലി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റീൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് കേട്ടോ. അപ്പം ഐ ഡി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി നമുക്കറിയാം ഡോ ഡി ബൈ ഡോ ടി ആണ്, ഏരിയ πr². ഡോ ഡി ബൈ ഡോ ടി നമ്മൾ വീണ്ടും മാറ്റി, എയർ ആയതുകൊണ്ട് ε0 ഡോ ഇ ബൈ ഡോ ടി ഇൻറ്റു πr². ഓക്കെ, പിന്നെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഡോ ഇ ബൈ ഡോ ടി തന്നിട്ടുണ്ട് 10⁻12 ആണെന്നുള്ളത്. ε0ൻ്റെ വാല്യൂ അറിയാം, എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് എഡ്ജ് ആണ്. അപ്പം ഇത് നമുക്കൊരു സർക്കുലർ ആയിട്ടുള്ള കപ്പാസിറ്ററാണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഞാൻ പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അല്ലേ. ഇനി ഞാൻ ഇതിലൊരു ചെറിയൊരു ഏരിയൽ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയൽ എലമെൻറ്റ് ഡയറക്ഷൻ തന്നെയായിരിക്കും, സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും, പ്രശ്നമില്ലല്ലോ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് എഡ്ജ് ആണ്, അതായത് ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് അവസാനം ആംബിയസ് ലോയിലേക്ക് വരാം. പക്ഷെ നമുക്ക് ആംബിയസ് ലോ ഡയറക്റ്റ് ആയിട്ട് അറിയാലോ. പിന്നെ ഇത് കപ്പാസിറ്റർ ആയതുകൊണ്ട് ഇവിടെ എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് സർഫസ് ഫ്രം ആംബിയസ് സർക്യൂട്ട് അല്ല കേട്ടോ, ഫ്രം ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ടൈംസ് ഐ എൻക്ലോസ്ഡ് ആണ്. ഐ എൻക്ലോസ്ഡ് വരെ ഇവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ് അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആരാ, ഞാൻ നേരത്തെ പറഞ്ഞു ജെ ഡി ഇൻറ്റു എന്താണ്, ഏരിയ ആണ് അല്ലേ. ഇനി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ ഡി കണ്ടിട്ടുണ്ട്. ഐ ഡിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടി, നേരത്തെ അതേ പ്രോബ്ലം തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ അതേ പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ 0.06947 ആംപിയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഐ ഡി കിട്ടി. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഐ ഡി കാണേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ഐ ഡി കിടക്കട്ടെ. ഇത് നമുക്ക് വാല്യൂ അറിയാമല്ലോ, നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്കറിയാം, നോക്കിയേ, ഇതാണ് നമ്മുടെ ഈ ഒരു സർക്കുലർ പ്ലേറ്റിൻ്റെ എലമെൻ്റൽ ലെങ്ത്ത് അല്ലേ. എലമെൻ്റൽ ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനല്ലേ. സോ നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽ ഒന്നുകൂടെ മാറ്റി എഴുതാം. ക്ലോസ് ലൈൻ ഇൻറ്റഗ്രൽ B.dl വെക്ടർ നൊട്ടേഷൻ മാറ്റി, കാരണം സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് മാറും അല്ലേ. ഈക്വൽ ടു μ0ൻ്റെ വാല്യൂ കിടക്കട്ടെ, μ0 ഇൻറ്റു ഐ ഡി. തൽക്കാലം അത് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി വാട്ട് ഈസ് ക്ലോസ് ലൈൻ ഇൻറ്റഗ്രൽ DL? ക്ലോസ് ലൈൻ ഇൻറ്റഗ്രൽ DLൻ്റെ വാല്യൂ എന്താ, നമ്മുടെ ഈ ഒരു ലൂപ്പ് അല്ലേ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെ ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാരലൽ പ്ലേറ്റിൻ്റെ അതേ റേഡിയസ് തന്നെയുള്ള ആംബീരിയൻ ലൂപ്പ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് ഈക്വൽ ടു B ഇൻറ്റു 2πr which is equal to μ0 into id. ക്ലിയർ? ഇനി ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ നമുക്ക് ബി അല്ലേ വേണ്ടത്. സോ B ഈക്വൽ ടു μ0 id ഡിവൈഡഡ് ബൈ 2πr. ദിസ് ഇസ് ഈക്വൽ ടു μ0ൻ്റെ വാല്യൂ എന്താ, 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു id 0.06947 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 2π കൊടുക്കാം, 2π കട്ട് ചെയ്തോളല്ലോ, 2π ഇൻറ്റു
5 into 10 raised to minus 2. Okay, കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ we will get the final answer as magnetic field equal to 2.78 into 10 raised to minus 7 Tesla. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൻ്റെ ഒരു സബ് പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അതല്ലാതെ ഇതൊരു സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ആദ്യം ഐ ഡി കാണേണ്ടി വരും. ഐ ഡി കണ്ടിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഐ ഡീൻ്റെ വാല്യൂ കണ്ടതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ക്ലിയർ? അപ്പം ഐ ഡി ഈക്വൽ ടു ജെ ഡി ഇൻറ്റു ഏരിയ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജെ ഡി ഈക്വൽ ടു ഐ ബൈ ഏരിയ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം മിക്കവാറും പ്രോബ്ലത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വെച്ചിട്ട് തിരിച്ചും മറിച്ചുള്ള പ്രോബ്ലങ്ങളായിരിക്കും. അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കാര്യം വെച്ചിട്ടാണ് പറയണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പവഴിയും കൂടെ അവിടെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മിക്കവാറും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കാണാൻ പറയുന്നതൊക്കെ കപ്പാസിറ്റർ എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് അവിടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് മെയിൻലി ഇൻ കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ.